നമസ്കാരം. ആയത്തുള്ള അലി ഖാംനെയുടെ ഖബറിടം പോലും പൊളിക്കുന്ന വിധത്തിൽ അതിശക്തമായ നിരവധി ആക്രമണങ്ങളുടെ പരമ്പരകളാണ് അമേരിക്ക പദ്ധതിയിട്ടിരുന്നത്. എന്നാൽ തന്ത്രപരമായും അതിശക്തമായും അതിനെ തിരിച്ചടിച്ചുകൊണ്ട് ഇറാൻ അതെല്ലാം പൊളിച്ചടുക്കി പകരം വീട്ടിയിരിക്കുന്നു. വിശദമായ വിവരങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് പ്രേക്ഷകരോട് ഒരൊറ്റ കാര്യം പറയുന്നു. ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ, ഫോളോ ചെയ്തിട്ടുണ്ടോ എന്ന് ഒന്ന് പരിശോധിക്കണം. കാരണം നിരവധി പ്രേക്ഷകർ പറയുന്നു ചാനലിൻ്റെ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല കൃത്യമായി എന്ന്. അതുകൊണ്ട് പല വിവരങ്ങളും അറിയുന്നില്ല എന്നാണ് അവരുടെ പരാതി. അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ, ഫോളോ ചെയ്തിട്ടുണ്ടോ എന്നൊന്ന് പരിശോധിക്കുക. ഇല്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ നോട്ടിഫിക്കേഷനുകൾ കൃത്യമായി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. എന്തായാലും ഇന്ന് യുദ്ധ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഇറാൻ അതിശക്തമായി തന്നെ അമേരിക്കയ്ക്ക് ഒരു തിരിച്ചടി നൽകിയിരിക്കുന്നു. അതായത് ഖാംനെയുടെ മൃതദേഹം സംസ്കരിക്കുന്ന 6 ദിവസം നീണ്ടു നിന്ന ആ നിർണായകമായൊരു ചടങ്ങുണ്ടല്ലോ, ആ ചടങ്ങ് അലങ്കോലപ്പെടുത്തുക, ആ ചടങ്ങിനിടയിൽ ഒരു വലിയ ആക്രമണം നടത്തുക, അതുവഴി ഇറാന്റെ ഭരണകൂടത്തെ അസ്ഥിരപ്പെടുത്തുക, ഒപ്പം ഖാംനെയുടെ ഖബറിടം പോലും പൊളിക്കുന്ന വിധത്തിലുള്ള നിർണായകമായ എയർ സ്ട്രൈക്കുകൾ നടത്തുക തുടങ്ങിയ പല ലക്ഷ്യങ്ങളും അല്ലെങ്കിൽ പല ചർച്ചകളും പല പദ്ധതികളും അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ഭാഗത്തു നിന്നുണ്ടായിരുന്നു എന്ന് സൂചിപ്പിക്കുന്ന ചില നിർണായകമായ വിവരങ്ങൾ കഴിഞ്ഞ മണിക്കൂറുകളിൽ പുറത്തു വന്നിട്ടുണ്ട്. അതായത് അമേരിക്കയുടെ ആക്രമണങ്ങളെ അതിജീവിച്ച് 6 ദിവസം നീണ്ടുനിന്ന പ്രാർത്ഥനാനിർഭരമായ ചടങ്ങിനൊടുവിൽ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാംനെയുടെ മൃതദേഹം സംസ്കരിച്ചത് അമേരിക്കയുടെയും ട്രംപിൻ്റെയും ചെകിട്ടത്തുള്ള ഒരു അടി എന്ന നിലയിലാണ് വിലയിരുത്തപ്പെടുന്നത്. കാരണം ആദ്യഘട്ടത്തിൽ ഈ ചടങ്ങിന് വിവിധ രാജ്യങ്ങളുടെ പ്രതിനിധികൾ പങ്കെടുത്തിരുന്നു. ഇന്ത്യയുടെ പ്രതിനിധിയും ചടങ്ങിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ സമയത്ത് ഒരു വലിയ ആക്രമണം നടത്താൻ കഴിയില്ല, നേരിട്ടുള്ള ആക്രമണത്തിന് സാധ്യതയില്ല. പക്ഷേ അതല്ലാതെ അതിനുശേഷം ഒരു വലിയ ആക്രമണത്തിന് സാധ്യത ഉണ്ടായിരുന്നു, അത് പരിശോധിക്കപ്പെട്ടിരുന്നു. എന്നാൽ ഇറാനുമായി അങ്ങനെ ഒരു ഏറ്റുമുട്ടലിന് പോയാൽ അത് ഭയാനകമായ തിരിച്ചടികളിലേക്ക് നയിക്കുമെന്നുള്ളത് കൊണ്ട് അമേരിക്കയ്ക്ക് ആ വിജയം നേടാനായില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു നീക്കം നടത്താനായില്ല എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. വാസ്തവത്തിൽ ഇറാനെ ഭിന്നിപ്പിക്കാനായി ഫെബ്രുവരി 28-ന് തുടങ്ങിയ യുദ്ധം ഇപ്പോൾ ഇറാനെ ഗംഭീരമായി ഒന്നിപ്പിച്ചിരിക്കുകയാണ്. ഭരണകൂടത്തിനെതിരെ അവിടുത്തെ ജനങ്ങൾക്ക് വലിയ തോതിലുള്ള അമർഷങ്ങൾ ഉണ്ടായിരിക്കാം, ഇല്ലായിരിക്കാം. പക്ഷേ അതൊരു ആഭ്യന്തര വിഷയം മാത്രമാണ്. ഒരിക്കലും പാശ്ചാത്യ ശക്തികളോട് കൂട്ടുകൂടി സ്വന്തം രാജ്യത്തെ ഒറ്റുകൊടുക്കാനോ സ്വന്തം രാജ്യത്തെ ഭരണകൂടത്തെ ഇല്ലായ്മ ചെയ്യാനോ ഇറാൻ ജനത തയ്യാറാകില്ല എന്നതിൻ്റെ പ്രകടമായ തെളിവായിരുന്നു ഖാംനെയുടെ സംസ്കാര ചടങ്ങ്. അതായത് അമേരിക്കയുടെ കണക്കുകൂട്ടലുകൾ അവിടെയും പിഴച്ചു. ട്രംപിൻ്റെ ഖാംനെയ്ക്കെതിരായ നീക്കമെന്ന പദ്ധതി പൊളിഞ്ഞടുങ്ങി ചീറ്റിപ്പോയി. അതാണ് സംഭവിച്ചത്. ഇപ്പം അമേരിക്കയ്ക്കുള്ളൊരു വെല്ലുവിളിയായി പോലും ഈ ചടങ്ങ് മാറി എന്ന് പറഞ്ഞാൽ അതിൽ ഒട്ടും അതിശയോക്തി വേണ്ട. കാരണം ഏതാണ്ട് 9 കോടിക്കടുത്താണ് ഇറാനിലെ ജനസംഖ്യ. അതിൽ 2 കോടിയോളം ജനങ്ങൾ, 1.5 കോടി മുതൽ 2 കോടിയോളം ജനങ്ങൾ ഈ 6 ദിവസം നീണ്ടുനിന്ന പ്രാർത്ഥനാനിർഭരമായ ചടങ്ങിൽ പങ്കെടുത്തിട്ടുണ്ട്. ആയത്തുള്ള അലി ഖാംനെയുടെ രക്തസാക്ഷിത്വത്തിന് അന്തിമോപചാരം അർപ്പിച്ചിട്ടുണ്ട്. ഇറാൻ ഭരണകൂടത്തിനൊപ്പം, അതായത് ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാന് ഒപ്പമാണ് തങ്ങളെന്ന് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ട് ഐക്യപ്പെട്ടുകൊണ്ട് അവിടെ നിന്നിട്ടുണ്ട്. ഇത് അമേരിക്കയെ സംബന്ധിച്ച് കണ്ണ് തള്ളിക്കുന്ന ഒരു കാഴ്ചയാണെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം എന്താണ്, അമേരിക്ക വിചാരിച്ചിരുന്നത് ഇറാനിൽ ആക്രമണം തുടരുമ്പോൾ അവിടെ ജനങ്ങൾ വലിയ തോതിൽ ഭരണകൂടത്തിനെതിരാകും, ഈ ഭരണകൂടം കാരണമാണ് ഈ വിധത്തിൽ ആക്രമണം നേരിടേണ്ടി വരുന്നത്, അതുകൊണ്ട് തന്നെ പാശ്ചാത്യ ശക്തികൾക്കൊപ്പം നിന്നുകൊണ്ട് സുന്ദരമായ ഒരു നല്ല നാളേക്ക് വേണ്ടി പ്രയത്നിക്കാമെന്നൊക്കെ പറഞ്ഞ് അവിടുത്തെ ജനങ്ങൾ അവിടുത്തെ ഭരണകൂടത്തെ തള്ളിപ്പറയുമെന്ന് വിചാരിച്ചിരുന്ന അമേരിക്കയ്ക്ക് ചെകിട്ടത്തുള്ള അടിയായിരുന്നു ഈ സംസ്കാര ചടങ്ങ്. എന്ന് മാത്രമല്ല, ഇറാന്റെ തീരമേഖലകൾ, തുറമുഖങ്ങൾ, അതുപോലെ തന്നെ ആ ചടങ്ങിലേക്ക് പോലും ആക്രമണത്തിന് ഒരു ഘട്ടത്തിൽ ശ്രമമുണ്ടായി. വടക്കൻ നഗരങ്ങളിലേക്ക്, അതുപോലെ തന്നെ ഖാംനെയുടെ ജന്മനാടായ മഹ്ഷറയിലേക്ക്, അതുപോലെ അതിന് സമീപത്തുള്ള റെയിൽവേ ലൈനുകൾ ഒക്കെ തകർക്കുന്ന വിധത്തിൽ, അതായത് ഈ ചടങ്ങ് പൂർണ്ണമായും തകരാനും അങ്ങനെ തകരുക വഴി അവിടെ ഒരു അശാന്തി ഉണ്ടാകാനും അതിനിടയിൽ വലിയ സ്ഫോടനങ്ങൾ നടത്താനും ആ ഖബറിടം ഇരിക്കുന്ന സ്ഥലം അടക്കം തകർക്കാനും ഒരു ഘട്ടത്തിൽ അമേരിക്ക പദ്ധതിയിട്ടിരുന്നു എന്ന് സംശയിച്ചാലും തള്ളി പറയാൻ കഴിയില്ല. കാരണം ആ വിധത്തിലാണ് ഈ പറയുന്ന സംസ്കാര ചടങ്ങ് നടക്കുമ്പോൾ അവിടെ നടന്നിട്ടുള്ള ആക്രമണങ്ങൾ. ഇപ്പോൾ ആ ചടങ്ങിനോട് മര്യാദ കാണിക്കുകയാണെങ്കിൽ, യുദ്ധമര്യാദകൾ പാലിക്കുകയാണെങ്കിൽ അമേരിക്ക ചെയ്യേണ്ടിയിരുന്നത് ഖാംനെയുടെ സംസ്കാര ചടങ്ങ് നടക്കുന്ന സമയത്ത് ഒരാക്രമണവും നടത്താതിരിക്കുക എന്നതാണ്. പക്ഷെ ഇവിടെ എല്ലാ നിയമങ്ങളും ലംഘിച്ചുകൊണ്ട്, മര്യാദകളും ലംഘിച്ചുകൊണ്ട് അതിശക്തമായ ആക്രമണങ്ങൾ ആ സമയത്ത് തലങ്ങും വിലങ്ങും ഇറാന് നേരെ അമേരിക്ക നടത്തി. പക്ഷേ അത് കഴിഞ്ഞൊരു ഘട്ടം കൂടി കടന്ന്
ഈ പറയുന്ന സംസ്കാര ചടങ്ങിന് നേരെ ആക്രമണം ഉണ്ടാകാത്തത് ഇറാന്റെ ശക്തമായ പ്രതിരോധത്തിൻ്റെയും തിരിച്ചടിയുടെയും അടയാളമായി തന്നെയാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത്. എന്ന് മാത്രമല്ല, ഇറാനിയൻ ജനത ഒറ്റക്കെട്ടായി അമേരിക്കയ്ക്കെതിരെ തിരിയുന്നത്, ട്രംപിനെ വധിക്കണമെന്ന് പോലുമുള്ള വെല്ലുവിളികൾ, ആ മുദ്രാവാക്യങ്ങൾ ഈ ചടങ്ങിനിടയിൽ മുഴങ്ങിയത് ഇറാൻ ജനത ഒറ്റക്കെട്ടായി ഭരണകൂടത്തിനൊപ്പം നിൽക്കുന്നു എന്നതിൻ്റെ തെളിവായി തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. ഇനി നോക്കുക, വിവിധ നഗരങ്ങളിൽ, ഇറാനിലും ഇറാഖിലും പല നഗരങ്ങളിൽ വിശാലമായ ശുശ്രൂഷ പരിപാടികൾ നടന്നിരുന്നു. ഇപ്പൊ ഇറാനിലും ഇറാഖിലും ഒക്കെയുള്ള ഷിയാക്കളാണ്. അപ്പൊ ഷിയാക്കളിലെ ആത്മീയ ആചാരൻ, ലോകത്തെമ്പാടുമുള്ള ഷിയാക്കളുടെ ആത്മീയ ആചാരനാണ് ആയത്തുള്ള അലി ഖാംനെയി. അതുകൊണ്ട് തന്നെ ഇവിടങ്ങളിലൊക്കെ ജനലക്ഷങ്ങൾ ഈ സംസ്കാര ചടങ്ങിലേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇതാണ് അമേരിക്കയുടെ പദ്ധതി പൊളിച്ചു കളഞ്ഞത്. എന്ന് മാത്രമല്ല, ഇറാന്റെ തന്ത്രവും അതായിരുന്നു. ജനങ്ങൾ ഞങ്ങളോടൊപ്പം ഉണ്ട്, ഈ ജനങ്ങൾ മുഴുവൻ അമേരിക്കയ്ക്കെതിരെ യുദ്ധം ചെയ്യാനോ അല്ലെങ്കിൽ അമേരിക്കയ്ക്കെതിരെ നിലപാടെടുക്കാനോ ഞങ്ങൾക്കുള്ള ശക്തിയായി കൂടെയുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ ഒന്നിനും മടിക്കില്ല എന്ന സന്ദേശം കൂടി ഈ തരത്തിൽ ആളുകളെ കൂട്ടുന്നതിലൂടെ അമേരിക്കയ്ക്കും ഇസ്രായേലിനും നൽകാനും ഇറാന് സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. ഇപ്പോൾ ഇറാനെയും ഇറാഖിനെയും ഒക്കെ ഇളക്കി മറിച്ചുകൊണ്ടാണ് ഈ സംസ്കാര ശുശ്രൂഷ പരിപാടികൾ നടന്നത്. ഇറാഖിൽ വലിയ തോതിൽ നജാഫിലും കർബലയിലും ഒക്കെ വലിയ ആൾക്കൂട്ടത്തെ ഈ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്രയിൽ അല്ലെങ്കിൽ വിലാപയാത്രയിൽ കാണാൻ സാധിച്ചിരുന്നു എന്നുള്ളതൊക്കെ ഈ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാനുള്ള കരുത്ത് എന്താണ് എന്ന് വ്യക്തമാക്കുന്നതാണ്. അപ്പോൾ ആ കരുത്തിനോട് മുട്ടണ്ട എന്നുള്ള മുന്നറിയിപ്പ് തന്നെയാണ് ഈ ചടങ്ങിൻ്റെ ഓരോ ഘട്ടങ്ങളിലും അമേരിക്കയ്ക്ക് നൽകപ്പെട്ടുകൊണ്ടിരുന്നത് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. മറ്റൊരു കാര്യം കൂടി, ഈ മരിച്ചിട്ടും ഖാംനെയിയെ വേട്ടയാടുന്ന പല സമീപനങ്ങളും ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതായത് ഇസ്ലാമിക ഭരണത്തോടുള്ള ഇറാനിയൻ ജനതയുടെ ഐക്യം എന്ന് പറഞ്ഞ് കാണുന്ന വിഷ്വലുകൾ, വരുന്ന വാർത്തകളൊക്കെ വെറും മുതലക്കണ്ണീരാണ്, അല്ലെങ്കിൽ ഖാംനെയിക്ക് വേണ്ടി ഇത്രയധികം ആളുകൾ വന്നു എന്നൊക്കെ പറയുന്നത് വെറും ഷോ ഓഫാണ്, വ്യാജ പ്രചാരണമാണ്, വ്യാജ പ്രകടനമാണ് എന്നൊക്കെ പാശ്ചാത്യ മാധ്യമങ്ങളും നമുക്കിടയിലുള്ള പലരും വെറുതെ തള്ളിമറിച്ചിരുന്നു. പക്ഷേ അതൊന്നുമല്ല യാഥാർത്ഥ്യമെന്നും ഇറാനിയൻ ജനത ഒറ്റക്കെട്ടായി ഖാംനെയിക്കൊപ്പം അല്ലെങ്കിൽ ഇറാൻ ഭരണകൂടത്തിനൊപ്പം ഉണ്ട് എന്ന് തെളിയിക്കുന്ന വിധത്തിലുള്ള ദൃശ്യങ്ങളും ചടങ്ങുകളുമാണ് നടന്നത്. അമേരിക്ക തകർക്കാൻ നോക്കിയിട്ടും ചിതറിയോടാതെ, അല്ലെങ്കിൽ അമേരിക്ക ഭയപ്പെടുത്താൻ നോക്കിയിട്ടും ആ ചടങ്ങ് ബഹിഷ്കരിക്കാതെ, ജീവൻ പോയാലും വേണ്ടില്ല. സാധാരണഗതിയിൽ ഒരു മരണാനന്തര ചടങ്ങ് നടക്കുന്ന സമയത്ത് തൊട്ടപ്പുറത്തായി സ്ഫോടനങ്ങളും ആക്രമണങ്ങളും നടത്തുമ്പോൾ ഒരു ഷോ ഓഫിന് വേണ്ടി അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഒന്ന് കാണിക്കാൻ വേണ്ടി അവിടെ വന്നിട്ടുള്ള ജനങ്ങളാണെങ്കിൽ സ്വന്തം ജീവൻ കയ്യിൽ പിടിച്ച് ചിതറിയോടും. അവർക്ക് ഈ മരിച്ച ആളോടോ അല്ലെങ്കിൽ ആ ചടങ്ങ് നടത്തുന്നവരോടോ ഒരു കമ്മിറ്റ്മെൻറ്റും ഇല്ലെങ്കിൽ സ്വന്തം തടി രക്ഷപ്പെടുത്താനേ അവിടെ വരുന്ന ആളുകൾ നോക്കൂ. പക്ഷേ ഇവിടെ ജനങ്ങൾ ഒറ്റക്കെട്ടായി, അപ്പുറത്ത് ആക്രമണങ്ങളും സ്ഫോടനങ്ങളും ഒക്കെ നടക്കുമ്പോഴും ഇറാനിയൻ ജനത ഒറ്റക്കെട്ടായി അവിടെ നിലകൊണ്ടു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. നോക്കുക, അതാണ് ഇറാനിയൻ ജനതയുടെ കരുത്ത്. ഇറാൻ്റെ പ്രതിരോധം അല്ലെങ്കിൽ ഇറാൻ്റെ ആക്രമണ വീര്യം എന്ന് പറയുന്നത് ഈ ജനതയും അവിടുത്തെ ജനങ്ങളും സൈനികരും ഒക്കെ മനസ്സിലാവാഹിച്ചിട്ടുള്ള അവരുടെ പോരാട്ട വീര്യം തന്നെയാണ്.